ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ ഉറക്കം ഇളച്ച് ഒന്ന് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹായ്. അപ്പോൾ എല്ലാവരും ഉറക്കം എണീറ്റോ? ഇതുണ്ട് വിശേഷം, സുഖമായിട്ട് ഉറങ്ങിയില്ലേ? അപ്പോൾ ഞാൻ 2 ബോട്ടിൽ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് കയ്യിൽ എക്സസൈസ് ചെയ്യുന്നത്. ആദ്യം ഫ്രീ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 10-20 പ്രാവശ്യം എക്സസൈസ് ചെയ്ത് ഈ ലെവലിൽ തന്നെ എടുക്കണം. എന്നിട്ടാണ് അടുത്ത എക്സസൈസ് വേറെ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഒരു 10-12ഓളം എക്സസൈസ് ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ്. ചാട്ടം ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഈ ഒരു എക്സസൈസ് ഏകദേശം 20 പ്രാവശ്യം ചെയ്യുകയാണ്. ഇത് 20 പ്രാവശ്യം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഈ കഷത്തിൻ്റെ ഇടയിലുള്ള കൊഴുപ്പ് മാറാനും മൊത്തത്തിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. അടുത്തൊരു 3ാമത്തെ എക്സസൈസാണിത്. ഇത് കൈയിൻ്റെ എക്സസൈസാണ്. ഇത് നമ്മുടെ ബ്രസ്റ്റിൽ, നമ്മുടെ ഷോൾഡറിൽ കൊഴുപ്പ് കെട്ടിയിരിക്കുന്നത് അതൊന്ന് നോർമലാക്കി തരാൻ വേണ്ടിയുള്ളതാണ് ഈ എക്സസൈസ്. അത്രയും ചെയ്തപ്പോൾ തന്നെ ക്ഷീണമായി. ഇനി അടുത്ത് വേറെ എക്സസൈസ്. ഇത് നമ്മുടെ ബ്രസ്റ്റ്, നീങ്ങിയിട്ടുള്ള ബ്രസ്റ്റ് കറക്റ്റ് ലെവലിൽ, റൗണ്ട് ലെവലിൽ വരാൻ വേണ്ടിയുള്ള എക്സസൈസാണ് ഇത്. 2 കുപ്പിയിൽ വെള്ളം ഉപയോഗിച്ചും ചെയ്യും, ഫ്രീ ആയിട്ട് ആദ്യം ചെയ്യണം. അതൊരു 20 പ്രാവശ്യം വെച്ച് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ ബ്രസ്റ്റ് കറക്റ്റ് ലെവലിൽ അത് ഒതുങ്ങി വരത്തുള്ളൂ. എല്ലാവരും ഇൻസ്റ്റയിൽ കിടന്നിട്ട് വീഡിയോയിൽ കിടന്ന് ചക്ക എന്ന് പറഞ്ഞ് പറയാറില്ല. ആ ചക്കയാകാതിരിക്കാൻ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയുള്ളതാണ്. കളർ വൈസ് കടുത്തു കുറേശ്ശെ നമ്മൾ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് നല്ല ഷേപ്പായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഷേപ്പായിട്ട് വരും. അതായത് കൈക്ക് നല്ല ആയാസം ഉണ്ടായിരിക്കണം. നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതെല്ലാം ബ്രസ്റ്റിൻ്റെ ഷേപ്പിനെ സംബന്ധിച്ചുള്ള എക്സസൈസുകളാണ് കേട്ടോ. ഞാൻ ചോറ് തിന്നതുകൊണ്ടാണ് എൻ്റെ വയറിങ്ങനെ നിൽക്കുന്ന കേസ്. ചോറ് കുറയ്ക്കുക, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഫുഡടി കുറയ്ക്കുക. അപ്പോൾ നല്ല വേർക്കുന്നുണ്ട്, ചൂടുമാണ്. അപ്പോൾ ഞാൻ അടുത്ത പുതിയൊരു എക്സസൈസ് ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ആ എക്സസൈസാണിത്. ഇത് നമ്മുടെ ഹിപ്പിൽ ഷേപ്പ് വരുന്നതാണ്. ഇങ്ങനെ ഹിപ്പിൽ ഷേപ്പ് വരുത്തിക്കുന്നതാണ് കേട്ടോ. ഇത് കമ്പ് വെച്ചും ചെയ്യാം, തുണി വെച്ചും ചെയ്യാം. അപ്പോൾ ഇതും ഒരു 20 പ്രാവശ്യം അതും എടുക്കണം. ഇപ്പം തന്നെ ഞാൻ ഏകദേശം ഒരു 4 എക്സസൈസ്, 5 എക്സസൈസ് ചെയ്യും. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, ഇത്തിരി പാടുള്ളതാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി പാടുള്ളതാണ്. പക്ഷേ ബലൂണിൻ്റെ കാറ്റ് പോയ കണക്ക് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഈ എയർ പുറത്ത് പോകും. ഈ കാർബൺ പുറത്ത് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പാകും. കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്ര കുറച്ച് പാടുപെട്ടാലേ ഇതൊക്കെ കുറയുള്ളൂ. അടുത്ത് ഇത് വന്നിട്ട് നമ്മുടെ ഈ വയറിനുള്ള എക്സസൈസാണ്. ഹിപ്പിനുള്ള എക്സസൈസാണ്. ഇത് നമ്മൾ മുട്ട് വളയാതെ സ്ട്രൈറ്റായിട്ട് നിന്ന് ഇങ്ങനെ ചെയ്യണം. ഞാൻ മുമ്പ് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ഇത്തിരി തടി വെച്ചത്. കറക്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തടി തോന്നിക്കത്തില്ല കേട്ടോ. ചോറും അങ്ങ് ഉപേക്ഷിക്കണം, പഞ്ചസാര ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉള്ളി ചപ്പാത്തി കഴിക്കാം, ഫുഡ് കഴിക്കാം, പക്ഷെ ലിമിറ്റ് ഇട്ട് കഴിക്കണം. അതായത് 3 നേരം എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ കറക്റ്റ് പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിക്കുക, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ മോള് ഭയങ്കര പ്രശ്നമാണ്. ക്യാമറ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരും. അപ്പോഴും ഞാൻ സ്റ്റോപ്പ് ചെയ്യും.
അപ്പോൾ നല്ല കേൾക്കുന്നുണ്ട്, കാരണം കുറച്ച് ദിവസമായി എക്സസൈസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെള്ളം വെച്ചിട്ട് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ബ്രസ്റ്റിൻ്റെ റൗണ്ടിങ്ങിന് വേണ്ടിയുള്ള എക്സസൈസാണ്. ശരിക്കും ഇത് സിനി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എക്സസൈസാണ് കേട്ടോ. ശരീരത്തിന് ഒരു ഷേപ്പ് വരുത്തിക്കാനുള്ള എക്സസൈസാണ്. എൻ്റെ വയറ് പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരം ബോഡി ഷേപ്പുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ചോറ് വീട്ടിൽ മോള് ചോറ് കഴിക്കുന്നതുകൊണ്ട് ചോറ് വെക്കാതിരിക്കാൻ പറ്റും, ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞാനും കഴിച്ചു പോകും. മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണല്ലോ ചോറ്. അതെന്ന് കഴുകിയ ഇപ്പം നിർത്തുന്നോ അന്ന് നമ്മൾ ആരോഗ്യവും സൗന്ദര്യവും നിലനിൽക്കുന്നതാണ്, ഹെൽത്തും. അപ്പോൾ അത് ഞാൻ നിർത്തുന്നതാണ്. ഇപ്പോൾ ഡെയിലി ഒരു നേരമൊക്കെ കഴിക്കുന്നുണ്ട്. ആ ഒരു നേരം പോലും നമ്മൾ കഴിക്കല് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുക. ഉള്ളി ചപ്പാത്തി, വെജ് കറി, ചിക്കൻ കറി ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഓയിലി ഫുഡും കുറയ്ക്കുക, പഞ്ചസാര, കാർബൺ ഇത്രയും ഇല്ലാണ്ടാക്കുക. എന്നാൽ നമ്മുടെ ശരീരത്തിന് കുറച്ചില്ല. ഓൺലി ഫ്രൂട്ട്സ് കഴിക്കുക, പച്ചക്കറി. പിന്നെ ചിക്കനൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കഴിക്കുക. കണ്ടില്ലേ, ഇപ്പം തന്നെ ഞാൻ എക്സസൈസ് ചെയ്തപ്പോൾ കുറേ എയർ എൻ്റെ വയറിൽ നിന്ന് പോയത് കണ്ടില്ലേ. ഇതാണ് ബോഡി. ഇതാണ് ബോഡി. അടുത്ത് കാലുകൾ രണ്ടും നമ്മുടെ ബ്രസ്റ്റ് അളവിൽ ഹൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം അടുത്ത എക്സസൈസ്. കണ്ടോ, ഇങ്ങനെ ഇത് പൊക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്ന വയറുകൾ മാത്രമാണ് എൻ്റെത്. ഫുഡെന്ന് പറഞ്ഞാൽ ചോറ് തന്നെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രസ്റ്റ് അളവിൽ കൈ ഹൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് കാലിങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയുള്ളതാണ്. ബെല്ലി ഫാറ്റ്. അപ്പം ഞാനൊരു 20 പ്രാവശ്യം ചെയ്തു. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തുള്ള ഈ എയർ നമ്മൾ കറക്റ്റായിട്ട് വായിൽ കൂടി വിടണം. കണ്ട, ഇപ്പോൾ നമ്മൾ എയർ പിടിച്ച് നിർത്തുമ്പോൾ നമ്മുടെ അത്രയും കാർബൺ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. ഇങ്ങനെ റൂട്ടേഷനാണ്, അതായത് ഹിപ്പിൻ്റെ റൂട്ടേഷൻ, ഒരു ചെറിയ ഷേപ്പ് എത്തിക്കുന്ന രീതിയിലുള്ള റൂട്ടേഷനാണ്. തളർന്നു. അപ്പോൾ അതിപ്പോൾ ഒരു എക്സസൈസ് എല്ലാം കൂടി ഇപ്പോൾ ഏകദേശം ഒരു 8-9 എക്സസൈസോളം ഞാനിപ്പോൾ ചെയ്തു കേട്ടോ. അടുത്ത നമ്മളിങ്ങനെ യോഗ ചെയ്യണം. ഈ എക്സസൈസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ എയർ, അതായത് ഈ കിതപ്പ് നമ്മളെ ഹാർട്ടിനുള്ളിലിങ്ങനെ ശ്വാസം പിടിച്ച് നിർത്തണം. നിർത്തിയിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ സ്ലോയിൽ വിട്ടുകൊടുക്കണം. അപ്പോൾ കുറേ നമ്മൾ വിയർത്ത് പോകുന്നതാണ്. ഞാൻ ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഇത് ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇത് നോക്കുന്നത്. അതുകൊണ്ട് ജിം പ്രാക്ടീസിനൊക്കെ പോയിട്ട് അവിടെ സമയം കളയാനും നേരമില്ല, ക്യാഷും ഒരുപാട് പോവും. പിന്നെ അവിടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകാതെ വീട്ടിൽ നിന്ന് എനിക്ക് എക്സസൈസുകളൊക്കെ എനിക്ക് ചെയ്യാനറിയാം. അപ്പോൾ അത് തന്നെ കറക്റ്റ് ഞാൻ ചെയ്യുകയാണ്. ഒരു ദിവസം ചെയ്തിട്ട് 9 ദിവസം ചെയ്യാതിരുന്നാൽ നടക്കില്ല. ഇപ്പം തന്നെ ഒരു ഷേപ്പ് വീണില്ലേ. ഇതാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പം ഇനി അടുത്ത് എന്ത് എക്സസൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, ഇനി അടുത്ത എക്സസൈസ് ഞാൻ അടുത്ത് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ മൊബൈൽ തറയിൽ വീണുണ്ട്. ഞാൻ അതിനെ നേരെ എടുത്ത് വെക്കണം. മൊബൈൽ തറയിൽ വീണു.
ഇപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. ഷേപ്പായില്ലേ? അടുത്ത എക്സസൈസ് കൈകൾ രണ്ടും ഇങ്ങനെ അകത്തി നിർത്തിയിട്ട് ചാട്ടമാണ് കേട്ടോ ഗൈസ്. അതായത് ഡ്രില്ല് പോലെ ഇങ്ങനെ ഡ്രില്ല് പോലെ ചെയ്യണം. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നല്ലതാണ്. ഈ എക്സസൈസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. ബെല്ലി ഫാറ്റ്, കഷത്തിനിടയിലുള്ള കൊഴുപ്പ്, ബ്രസ്റ്റിൻ്റെ കൊഴുപ്പ് എല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഈ എക്സസൈസ് അതിന് നല്ലതാണ്. ഇതിപ്പോൾ ഞാനൊരു 20 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അടുത്ത് ഈ കട്ട എടുത്ത് പിടിക്കാൻ പോവുകയാണ്. ഈ കട്ട എടുത്ത് പിടിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബാക്ക് സൈഡ് ഒരു വി ഷേപ്പ് പോലെ ഇങ്ങനെ സ്ട്രെങ്തി ആയിട്ട് വരാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ എക്സസൈസ്. അതായത് നമ്മുടെ ഷോൾഡറൊക്കെ കുഞ്ഞ് വരുമല്ലോ തടി വീഴുമ്പോൾ, അതൊന്ന് നിവർന്ന് വരാനുള്ള എക്സസൈസാണ് ഈ എക്സസൈസ്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ തൂക്കുന്ന ആ കട്ട, ജിൻ പ്രാക്ടീസിൻ്റെ കട്ട, ഞാനത് 1500 രൂപയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്പോർട്സ് സെൻ്ററുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. അത് അവർ വിലക്കമ്മി കിട്ടുന്ന സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാനൊരു 20 പ്രാവശ്യം കിട്ടുക. അത് 4 കിലോയാണ്. ഇനി അടുത്ത് വേറെ ഒരു വെയിറ്റ് ഇടും. ഒത്തിരി എക്സസൈസിൻ്റെ ലെവൽ എനിക്കറിയാം കേട്ടോ. ഒത്തിരി എക്സസൈസ് എനിക്കറിയാം. അപ്പം ഞാനത് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ദിവസം ഓരോന്നോരോന്ന് ചേഞ്ച് ചെയ്യണം. ഒരു ദിവസം 2 ദിവസം ചെയ്താൽ പിന്നെ അത് മാറ്റി പിടിച്ചിട്ട് വേറെ ചെയ്യണം. അടുത്ത് ഇതെന്താണെന്നറിയാം, ഈ ബാഗിനകത്ത് നമ്മൾ ഹോളോ ബ്രസ് കണ്ടില്ലേ, സിമൻറ്റ് കട്ട. ഞാനൊരു ദിവസം നടക്കാൻ പോയപ്പോൾ എനിക്ക് വഴിയിൽ കിട്ടിയതാണ്. ഏകദേശം അതൊരു 5 കിലോ അടിച്ചുണ്ട്. അത് തൂക്കാൻ വേണ്ടിയിട്ട് ഇതും തൂക്കിക്കൊണ്ട് ഞാനൊരു ദിവസം ബൈക്കിലെ ഹബ്ബ് വരെ നടക്കും. എക്സസൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിൽ തൂക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ നമ്മളെ ബാക്കിലുള്ള കൊഴുപ്പൊക്കെ മാറി നമ്മളെ ബാക്ക് ഒന്ന് ഹണി റോസിനെ പോലെ തള്ളി വരാൻ വേണ്ടി ചെയ്ത എക്സസൈസാണത്. അപ്പോഴത് ശ്വാസം പിടിച്ച് നിർത്തിയിട്ട് നമ്മളെ എയർ പുറത്ത് കളയണം. ഇതാണ് അടുത്ത് എക്സസൈസ്. നമ്മൾ പിടിച്ചിട്ട് നല്ലതുപോലെ പുറത്ത് എയർ കളഞ്ഞിട്ട് അടുത്ത് നമ്മൾ നല്ല ചൂടുണ്ട് ഗൈസ്, വേർത്തൊലിക്കുകയാണ്. ഈ വേർപ്പോട് കൂടി നമ്മൾ തലനീര് താഴാൻ പാടില്ല. അത് ജലദോഷവും നീർക്കെട്ടൊക്കെ പിന്നെയും ഉണ്ടാവും. അപ്പോൾ നമ്മളത് തുടച്ച് മാറ്റിയിട്ട് വേണം അടുത്ത് ചെയ്യാൻ. അപ്പോൾ അടുത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോളോ ബ്രസ് കല്ല് എടുത്ത് നമ്മൾ തൂക്കണം. അതായത് ഇരിക്കുക പോവുക അങ്ങനെ ചെയ്യണം. അതിനുള്ള എക്സസൈസാണ്. ഓവർ തടി അങ്ങനെയൊന്നുമില്ല. ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ടുള്ള കുഴപ്പമാണ്. അതിനെ നമുക്കൊന്ന് കുറച്ച് ഇതൊക്കെ ജിം പ്രാക്ടീസിലുള്ളതാണ്. അതായത് ജിംനേഷ്യന്മാർ കൊടുക്കുന്ന എക്സസൈസാണ്. അവർ ഈ വലിയ ലോറിയുടെ ടയറാണ് ഉരുട്ടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് എടുക്കുക പൊക്കുക ഉരുട്ടുക, ഇങ്ങനെ തള്ളുക, ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളതിലിവിടെ ഉള്ള ഇത് വെച്ചിട്ടാണ് അത്ര എടുത്ത് നോക്കിയത് തന്നെ ഉണ്ട്. കട്ടയും മുടവും മുടി. അപ്പം അതിപ്പോൾ ഒരു 10 പ്രാവശ്യം ചെയ്യും. 5 കിലോ ഉള്ള സാധനമാണ്. അത് 10 പ്രാവശ്യം ചെയ്യും. അപ്പോൾ ഇനി എൻ്റെ എക്സസൈസ് 10-12 ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 10 ആയെന്ന് തോന്നുന്നു. ഇനി അടുത്ത് വേറെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. പുഷപ്പ് എടുക്കണം. ഇനി
കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നല്ല കിതപ്പുണ്ട് പീസ്, കിതപ്പ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ പതുക്കെ പതുക്കാണ് ഹാർട്ടിന് മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. പെട്ടെന്ന് ഹാർട്ടിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ, എക്സസൈസ് ചെല്ലുമ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മളൊരു 3-4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ശരീരം റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യാൻ. നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് പുറത്ത് കളഞ്ഞിട്ട് നമ്മൾ യോഗയും കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്യണം. യോഗ എന്ന് വെച്ചാൽ ശ്വാസം പിടിച്ച് നിർത്തി നമ്മൾ ബോഡിയിലുള്ള ഹീറ്റ് നമ്മൾ വിയർപ്പായിട്ട് പോകണം. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ള എക്സസൈസ് ഞാൻ വിചാരിക്കുന്നത് പുഷപ്പും ചെയ്യാനുണ്ട്. പിന്നെ അതായത് ബെല്ലി ഫാറ്റിൻ്റെ എക്സസൈസ് ചെയ്യണം, ഇനി പുഷപ്പും ചെയ്യണം. ഇപ്പോൾ യോഗയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി യോഗ നമ്മളിങ്ങനെ ചാടയും എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ലൂസാകുന്ന സമയത്ത് നമ്മൾ ഈ എയർ പിടിച്ച് നിർത്തുന്ന ശ്വാസം പിടിച്ച് നിർത്തുന്നത് ടൈറ്റാവും. നമ്മുടെ ശരീരം ടൈറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലൂസായി. ഒരു മണിക്കൂറത്തെ എക്സസൈസാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഒന്ന് അനക്കമെങ്കിലും തട്ടത്തുള്ളൂ. ആ ഒരു മണിക്കൂർ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫാറ്റെല്ലാം കുറയുമ്പോൾ പിന്നെ നമ്മൾ ഒരു മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ഫാറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ എക്സസൈസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതായത് 10 പ്രാവശ്യം എണ്ണി എയർ പിടിക്കണം. അത് ഞാനൊരു 5 പ്രാവശ്യം ചെയ്തു എന്നാണ് ഞാൻ അവിടെ കൈ അങ്ങേ കാണിക്കുന്നത്. വേർത്തൊലിക്കുകയാണ് കേസ്. നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് ബോഡി ഹീറ്റാവും. ഇപ്പം തണുത്ത കാലത്ത് ബോഡി ഹീറ്റാവാൻ പാടാണ്. ചൂടത്ത് നമ്മൾ ഒരുപാട് ചെയ്യണ്ട, പെട്ടെന്ന് ബോഡി ഹീറ്റാവും. അപ്പോൾ പല്ലിറങ്ങാൻ ബെസ്റ്റ് ടൈമാണ്. ഇനി അടുത്ത മുഖത്തിൻ്റെ എക്സസൈസ് ചെയ്യണം. ഈ തലവഴിയൊക്കെ വേർത്തൊലിക്കുക, ഇങ്ങനെ തലയിലും ദേഹത്തൊക്കെ വേർത്തൊലിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് മുഖത്തിൻ്റെ എക്സസൈസ് ചെയ്യണം. ഓക്കെ, മുഖത്തിൻ്റെ എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ എയർ പിടിച്ച് പിന്നെയും നമ്മൾ എയർ പിടിച്ച് നമ്മുടെ ശരീരം ലൂസാക്കാത്ത ലെവലിൽ എക്സസൈസ് ചെയ്യുകയാണ്. ലൂസായി പോകരുത് ശരീരം. എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രോങ് ആകാൻ നമ്മളിങ്ങനെ യോഗ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മുടെ ശരീരം തൂങ്ങാതെ സ്ട്രോങ് ആവും. 10 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണ്. പിന്നെ മുഖത്തിൻ്റെ എക്സസൈസാണ്, കുഞ്ഞിനം കാട്ടുന്നതല്ല. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിഗർ കറക്റ്റ് ലെവലിൽ ഫിഗർ കിട്ടും. ഇത് ചുണ്ടിന് ആവശ്യമായിട്ടുള്ള എക്സസൈസാണ്. ഇത് നമ്മുടെ ചുണ്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് കൊഴുപ്പ് കെട്ടി ഷേപ്പ് വരാതിരിക്കാനുള്ള ഷേപ്പ് വരണം. അപ്പോൾ അടുത്ത് വായുടെ എക്സസൈസ്. ഇത് നമ്മുടെ താടിയെല്ലിലെ കൊഴുപ്പ് മാറ്റാനുള്ള എക്സസൈസാണ്.
താടിയെല്ല് മാറ്റാനുള്ള എക്സസൈസ്, കൊഴുപ്പ് മാറ്റാനുള്ളത്, പിന്നെ ആയാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് കഴപ്പ് വീഴാതിരിക്കാൻ. ഇത് കഴുത്തിൻ്റെ ഇടയിലുള്ളത് തൂങ്ങിയ മാംസമില്ല നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെയായിട്ട്, താടിയെല്ലിൻ്റെ അവിടെയായിട്ട്, അത് മാറാൻ വേണ്ടിയുള്ളതാണ്. അത് വരാതിരിക്കാനും തൈറോയ്ഡ് വരാണ്ടിരിക്കാനും ഒക്കെ ഉള്ള എക്സസൈസാണ് ഇത്. പിന്നെ ഇതിനെ കണ്ണിൻ്റെ എക്സസൈസും ഉണ്ട് കേട്ടോ ഗീസ്. കണ്ണിൻ്റെ എക്സസൈസ് ഉണ്ട്. അത് കണ്ണിൻ്റെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലെവലിൽ കണ്ണ് വികസിച്ച് വരാൻ വേണ്ടി ആണുള്ളതാണ്. ഇതൊക്കെ അവതാരകകളും സിനി ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലും നമുക്ക് ശരിക്കും ഒരു മുഖത്തൊരു നല്ല ഫിഗർ കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കണ്ണിൻ്റെ എക്സസൈസുകൾ ഇങ്ങനെ ചെയ്യണം, രണ്ട് സൈഡും ചെയ്യണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തിട്ട് നമ്മളങ്ങ് നിർത്തുക. എന്നിട്ട് ഇങ്ങനെ തുടിച്ച് നോക്കുക, അടച്ചുക, തുറക്കുക. അതും ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇനി അടുത്ത് പുരികത്തിൻ്റെ, അതായത് പുരികം നമുക്ക് കറക്റ്റ് ഷേപ്പ് വരാനും നമ്മുടെ നെറ്റി നല്ല അതായത് വികസിച്ച് വരാനും നേരെ രീതിയിൽ നല്ല ഷേപ്പായിട്ട് വിടർന്ന് വരാൻ വേണ്ടിയുള്ള എക്സസൈസാണ്. അപ്പോൾ അടുത്ത് ഇനി നമ്മുടെ ഫേസ് കറക്റ്റ് ലെവൽ ഓവൻ ഫേസ് വരാൻ വേണ്ടിയുള്ള ഇതാണ്. ഇതിങ്ങനെ നെറ്റി ഇങ്ങനെ വിടർത്തി ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഓവൻ ഫേസായിട്ട് വരും. നമ്മളിവിടെയുള്ള ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഡെയിലി വിടുകയാണെങ്കിൽ നമ്മുടെ ഫിഗർ നല്ല ഫിഗറായിട്ട് വരും. ഇത് ഫേഷ്യൽ സ്റ്റെപ്പാണ് കേട്ടോ. നമുക്കത് എക്സസൈസ് ചെയ്യണ സമയത്ത് ഇങ്ങനെ ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളവിടെയുള്ള പേശികൾക്ക് ഒരു സ്മൂത്തിങ് കിട്ടും. ഓക്കെ, ഇപ്പോൾ വേർത്തൊഴുകുകയാണ് ഗേസ്, വേർത്തൊഴുകുകയാണ്. അപ്പോൾ ഇനി അടുത്തുള്ള എക്സസൈസ് പുഷപ്പാണ്. പുഷപ്പ് എടുക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. വയറിന്, ബ്രസ്റ്റിന്, നമ്മുടെ ഷോൾഡറിന് എല്ലാത്തിനും നല്ലതാണ് ആ എക്സസൈസ്. അപ്പം ഞാൻ തറയിൽ വെച്ചിട്ട് എക്സസൈസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കൈ അകത്തി വേണമെങ്കിൽ അകത്തി പിടിക്കാം, കറക്റ്റ് ലെവൽ വേണമെങ്കിൽ കറക്റ്റ് ലെവൽ. ഒരു ബ്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ കൈ അധികം അകത്തി പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലകത്തി പിടിക്കുന്തോറും ഇത് ബെല്ലി ഫാറ്റിനുള്ള എക്സസൈസാണ് കേട്ടോ. ഇങ്ങനെ ബെല്ലി ഫാറ്റ് അകത്ത് നമ്മളെ ബ്രസ്റ്റ് ഉള്ളവരെന്തായാലും നമുക്ക് കൈ അകത്തി പിടിച്ച് എക്സസൈസ് ചെയ്യരുത്, അടുപ്പിച്ച് പിടിച്ച് ചെയ്യണം. അപ്പം വീതി കുറഞ്ഞ് വരും. അപ്പോൾ ഇനി അടുത്ത പുഷപ്പാണ് കേട്ടോ. എത്ര എടുക്കാൻ പറ്റുമെന്നൊന്നുമില്ല, ഫസ്റ്റാണ്. അപ്പോൾ ഞാൻ പുഷപ്പ് എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ തന്നെ വേർത്ത് കുളിച്ച് മറ്റാണ്, കയ്യിലൊക്കെ വെള്ളമാണ് കേസ്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ എനിക്ക് വയറിന് എക്സസൈസ് ആവുള്ളൂ, എൻ്റെ ഷോൾഡറിന് എക്സസൈസ് ആവില്ല. ഇതിപ്പോൾ ഞാൻ അരക്കിട്ടാണ് ഞാൻ പിടിക്കുന്നത്, കൈയല്ല. ഇതിപ്പം ബ്രസ്റ്റ് കുറയുന്ന എക്സസൈസ് അല്ല ഇപ്പം ഞാൻ ചെയ്യുന്ന, വയറ് കുറയുന്ന എക്സസൈസ്. ബ്രസ്റ്റ് കുറയുന്ന എക്സസൈസ് ആണെങ്കിൽ ഈ കൈ ഫുള്ളായിട്ട് അങ്ങനത്താണ്. ഇന്നിപ്പോൾ ടയർഡായി കേസ്, ഈ പുഷപ്പ് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കേസ് പണ്ടാരം അടങ്ങി, പണ്ടാരം
എന്താ ഒരു ചൂടെന്നറിയോ. ഈ ചൂടത്ത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കിതച്ച് തീരുന്നില്ല ഞാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി, ഈ എക്സസൈസിൻ്റെ പാടറിയും. കഴിക്കുന്നതിൻ്റെ ഇരട്ടി എക്സസൈസ് നമ്മൾ ചെയ്ത് കളയണം. പിന്നെ ഞാൻ യോഗ ചെയ്യുകയാണ്. യോഗ ചെയ്ത് നമ്മൾ ശരീരത്തിനെ പിടിച്ച് നിർത്തുകയാണ്, ലൂസാകാണ്ടിരിക്കാനാണ്. എന്തായാലും നമ്മൾ ചാടുകയും എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ലൂസാവും. അപ്പോൾ അത് തൂങ്ങാണ്ടിരിക്കാനുള്ള എക്സസൈസാണ്. അപ്പോൾ ലേഡീസുകൾ, ഇതിപ്പോൾ സെലിബ്രിറ്റികൾ, അതായത് സിനി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എക്സസൈസാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നോർമൽ എക്സസൈസ്, അതായത് ഇത് ബോഡി ഷേപ്പ് വരുന്ന എക്സസൈസാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ നോക്കാം എൻ്റെ ബോഡി എങ്ങനെയുണ്ടെന്ന്. ഷേപ്പ് ഒക്കെ വെച്ച് ഇതാണ് ഇതിൻ്റെ സീക്രട്ട്. പറഞ്ഞില്ലേ, ഇതുപോലെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ച് ആവും. ഉണ്ടോ, വീർത്തിരുന്ന വയറെല്ലാം പോയി. കണ്ടോ, ഏത് ഭാഗത്തൊക്കെയാണ് നമ്മൾ എക്സസൈസ് ചെയ്ത് പോയിരിക്കുന്നതെന്നുണ്ടോ. എപ്പോഴും നമുക്ക് വേണ്ട ഭാഗങ്ങളാണ് എക്സസൈസ് ചെയ്ത് ആ വേർപ്പായിട്ട് പോയിരിക്കും. അത് ആ ഡ്രസ്സിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കേ.